കുട്ടികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പണ്ടത്തെ കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നു അവരല്ലേ കുറച്ചുകൂടെ നമ്മളായിട്ട് അറ്റാച്ച്മെന്റ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫ്രണ്ട്ലി ആണ് അവര്. പക്ഷെ അവർക്കത് കഴിയുന്നതോടെ ഈ ഫ്രണ്ട് വിട്ടു അടുത്ത ഫ്രണ്ടിനെ കിട്ടുമ്പോൾ അവർ വേറെ ഫ്രണ്ടിനെ പോകും. പക്ഷെ മറ്റത് അങ്ങനെയല്ല. ഒരു നമ്മളും നമ്മുടെ മക്കളെ പോലെയായിരുന്നു. നമ്മൾ അവരുടെ കയ്യിലൊരു തല്ല് കൊടുത്താൽ അത് നമ്മുടെ കുഞ്ഞിന്റെ കൈയാണ് നമ്മൾ കണ്ടത്, അല്ലേ? നമ്മളുടെ കുഞ്ഞിന്റെ കൈയാണ് നമ്മൾ കാണുന്നത് ഒരു തല്ല് കൊടുക്കുമ്പോൾ. ഇപ്പൊ പിന്നെ തിരിച്ചൊക്കെ ആയി. നമ്മുടെ അവരെ ചീത്ത പറയുമ്പോൾ നമ്മുടെ മക്കളെയാണ് നമ്മൾ ചീത്ത പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നതല്ല. ടീച്ചർ ഒരു ബസ് സ്റ്റുഡന്റ്, ഒരു കാർത്തിക് 11th SLC സെക്കൻഡ് റാങ്ക് ഹോൾഡർ, അങ്ങനെ ഒരു അല്ല, ഒരു ആൺകുട്ടിയാ ഡോക്ടറായിട്ട് ഉണ്ട്. പ്രിൻസ് അല്ല, കാർത്തിക് എന്നോ അങ്ങനെ എന്തോ, കാർത്തിക് മേനോൻ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. ദേവദാസ് മേനോന്റെ മോൻ ഉണ്ട്. എന്നിട്ട് ആ ബാങ്കുകാർ സ്പെഷ്യൽ സമ്മാനമൊക്കെ ഏൽപ്പിച്ചു ടീച്ചറുടെ. ഇല്ല, ടീച്ചറുടെ മുന്നിലാണ്. അതിന് ശേഷമാണ് നല്ല ഇതായിട്ടുള്ളത്. ഓർമ്മയില്ല, കുറേ ബാച്ചസ് കഴിഞ്ഞല്ലോ. ഇപ്പൊ ദിവ്യ എന്ന ഡോക്ടറാണല്ലേ ടീച്ചറുടെ സ്റ്റുഡൻസിൽ? അത് നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. സാധാരണ കുട്ടികളായിരുന്നു നമ്മുടെ. രാകേഷ് സാർ രാജാസിത്തെ പ്രിൻസിപ്പാള്. അങ്ങനെ അവര് ചേട്ടനും വർക്ക് ചെയ്ത് അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അങ്ങനെയുള്ള കുറേ അടുപ്പമുള്ള നല്ല കുട്ടികളുണ്ട്. പിന്നെ 87 ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച്. 87 അവിടെ ആദ്യത്തെ ഫസ്റ്റ് SLC ഞങ്ങളുടെ 10ാം ക്ലാസ് വരുന്നത്. ഓ ശരി. അപ്പോൾ നമുക്ക് അവരുമായിട്ട് കുറച്ചുകൂടെ ഒരു നമ്മളും ആദ്യം. അന്ന് മറ്റേ പത്മജി ഇല്ല, പത്മജി 88 ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ പത്മജി വരാൻ പിന്നെയും കുറെ വൈകിട്ടുണ്ടല്ലോ. രാജു ജോർജ് എന്ന് പറഞ്ഞ സാർ അറിയില്ലേ? മരിച്ചു, ഞാൻ പോയിരുന്നു. അപ്പോൾ അവരുടെ മോൾ അഞ്ജു ജോർജ്, വൈഫ് മംഗലം ഡാം ടീച്ചറാണ്. അപ്പോൾ അഞ്ജു ജോർജ് എന്ന് പറയുന്നത് മറ്റേ ഇവിടെ ഡയറി ടെക്നോളജീൻ്റെ മോൻ്റെ കോളേജിൽ റാങ്കോടുകൂടി പാസ്സായി. അപ്പം അതിനുശേഷം കാറ്റ് എഴുതി. ഇപ്പോൾ അവർക്ക് ബാങ്കിൽ ജോലി കിട്ടിയിരുന്നു. അപ്പോൾ ടീച്ചറുടെ വീട് സാകേത് നോക്കിയത് അയോധ്യയുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അയോധ്യയുടെ ഇതാണ്. അപ്പോൾ ടീച്ചർ ഈയിടെ അയോധ്യ ദർശനമൊക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ആ ദർശനമൊക്കെ? അല്ല, ടീച്ചറുടെ മറ്റേ കവിതകൾ ഏതെങ്കിലും ഹിന്ദിയുടെ ചാരു ചന്ദ്ര കി ചഞ്ചൽ മറന്നു പോയിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട സാഹിത്യകാരൻ അങ്ങനെ ടീച്ചർ? അങ്ങനെയൊന്നും ഇല്ല എനിക്ക്. ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ മക്കൾക്കായാലും നമുക്ക് ഉപദേശിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എങ്ങനെ നന്നാവാൻ പറ്റും, നമുക്ക് എങ്ങനെ നന്നാവാൻ പറ്റും നോക്കുക. അത് മാത്രം നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുക. കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ടാവാത്ത വിധം, അവർക്ക് ദോഷമില്ലാത്ത വിധം നമ്മുടെ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. മനസ്സിലായോ? നമ്മൾ അവരെ ചോദ്യം ചെയ്യാനൊക്കെ നിൽക്കുമ്പോൾ അവർ 10 മണി വരെ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ അവരടുത്ത് എടാ 10 മണി വരെ കിടന്നുറങ്ങ് എന്ന് പറയാൻ നമുക്ക് അവകാശം ഇല്ല ഇന്നത്തെ കാലത്ത്. അതവർക്ക് ഇഷ്ടമാവില്ല, പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എത്രയും നേരത്തെ എണീറ്റ് എന്നും അവരെ കാണിച്ചു കൊടുക്കുക. നമ്മൾ 5 മണി നമ്മൾ തന്നെ റോൾ മോഡൽ ആവുക അല്ലേ മക്കൾക്ക്. അപ്പൊ എന്താണ് അതിന് ഏറ്റവും നല്ലത്? രാമായണം വായിക്കുന്നുണ്ട്, ഭാഗവതം വായിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വായിക്കുന്നു. ശാന്തിയുടെ ഒരു ഇത് കിട്ടുമല്ലോ. അതെല്ലാം അങ്ങനെ വായിക്കും. അപ്പോൾ ഒരു പ്രശ്നമില്ല. അതാണ് ഏറ്റവും നല്ലത്. ഡയറ്റിന്റെ കാര്യം ടീച്ചർ സിമ്പിൾ ഡയറ്റ് ആണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടീച്ചർ മറ്റേ ഇതിപ്പോ നമ്മളെ ഉലുവയുടേതാണ് കഴിക്കുന്നത് അല്ലേ? അയ്യോ, എന്താ ചെയ്തിരിക്കുന്ന ഫോട്ടോ എടുക്കുക.